കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ കഴിഞ്ഞ 4 വർഷത്തെ RTI പ്രകാരം എടുത്ത ബഡ്ജറ്റാണ്. ഈ ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങളിലേക്ക് ഒന്ന് നമുക്ക് കണ്ണോടിക്കാം. കോട്ടയം മുനിസിപ്പാലിറ്റിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ പലരും ചോദിക്കും, ഇതിൻ്റെ 2021-22 വരുമാനം ഒന്ന് ആദ്യമേ നോക്കാം. 199,40,33,725 രൂപ വരുമാനവും ചെലവ് 113,62,62,32,816 രൂപ. അതായത് നീക്കിയിരിപ്പ് 25,79,909 രൂപ. അതായത് നീക്കിയിരിപ്പ് സർപ്ലസ് ബഡ്ജറ്റ് ഉള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ്. ഈ മുനിസിപ്പാലിറ്റിയുടെ 2021-22 മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുള്ളൂ. നമുക്ക് പദ്ധതികളിലേക്ക് ഒന്ന് പോകാം. ശുചിത്വ നഗരം, അതാണ് നമ്മുടെ ഒരു പദ്ധതി. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കോട്ടയം മുനിസിപ്പാലിറ്റി ലോകബാങ്ക് പദ്ധതിയുടെ ഭാഗമാക്കി തയ്യാറാക്കുന്ന വിശദമായ പ്രോജക്റ്റ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി ചിങ്ങവന മുതൽ സംക്രാന്തി വരെയും കഞ്ഞിക്കുഴി മുതൽ ഇല്ലിക്കൽ വരെയുമുള്ള ദേശീയ സംസ്ഥാന പാതകളും തിരുനക്കര ബസ് സ്റ്റാൻഡും ശുചീകരിക്കുന്നതിന് ആധുനിക രീതിയിലുള്ള ഒരു സ്വീപ്പിംഗ് മിഷൻ ഈ സാമ്പത്തിക വർഷം വാങ്ങി രാത്രികാല ശുചീകരണത്തിന് തുടക്കം കുറിക്കും. ഇതോടൊപ്പം മാലിന്യ ശേഖരണത്തിന് ആവശ്യമായ വാഹനങ്ങൾ വാങ്ങും. നഗരത്തിലെ ഓടകൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വൃത്തിയാക്കുന്നതിന് ഒരു ഗള്ളി സക്കർ ലോറി വാങ്ങുന്നതാണ്. 25 കോടി രൂപ ബാക്കി ഉണ്ടായിട്ട് എന്തുകൊണ്ട് കോട്ടയത്ത് ഒരു ഗള്ളി സക്കർ ലോറി ഇല്ല? എന്തുകൊണ്ട് ഈ പദ്ധതി നടപ്പായില്ല? ഒന്ന്. അടുത്തതിലേക്ക് പോകാം. നാട്ടകത്തുള്ള നഗരസഭ വക 4 ഏക്കർ സ്ഥലവും ഭവന നിർമ്മാണ പദ്ധതിക്കായി ഉപയോഗപ്പെടുത്തി എല്ലാവർക്കും ഭവനം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടും. ഇതിനൊരു നോട്ടീസ് വെച്ചിട്ടുണ്ട് നാട്ടകത്ത്. ഇപ്പം എൻ്റെ കൂടെ വന്നാൽ ഞാൻ കാണിച്ചു തരാം അവിടെ എന്ത് പദ്ധതിയാണ് നടപ്പായെന്നുള്ളത്. 2, നഗര സൗന്ദര്യവൽക്കരണം. അതിനകത്ത് മുനിസിപ്പൽ ഓഫീസ് മുതൽ ഗാന്ധി സ്ക്വയർ വരെയും ഗാന്ധി സ്ക്വയർ മുതൽ തിരുനക്കര ക്ഷേത്രം വരെയുള്ള ഫുട്പാത്ത് ടൈൽസ് ഇട്ട് സഞ്ചാരയോഗ്യമാകും. അത് 2021-22 പറഞ്ഞതാണ്. 2023-24 ബഡ്ജറ്റിൽ ഈ ആവശ്യത്തിലേക്ക് 10 ലക്ഷം രൂപ വകയിരുത്തി ഇപ്പം നമുക്ക് അവിടെ പോയി നോക്കാം എന്ത് വികസനമാണ്, എന്ത് മാറ്റമാണ്. ആൾക്കാരുടെ കാലം ഇതിനകത്ത് പോകാത്ത അവരുടെ ഭാഗ്യമെന്ന് മാത്രമേ പറയുള്ളൂ. രണ്ടാമത്തേതാണ്, അതിലും വലിയത് നെഹ്റു സ്റ്റേഡിയം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ആക്കും. അതിനെക്കുറിച്ച് ഒരു കമൻറ്റും ഞാൻ നടത്തുന്നില്ല. അവിടെ നാട്ടുഭാഷയിൽ പറഞ്ഞ ഒരു തൂമ്പ മണ്ണ് പോലും അവിടെ ഇട്ടിട്ടില്ല. അത് നാഗമ്പടം സ്റ്റേഡിയമാണോ? നാഗമ്പടം സ്റ്റേഡിയം പണ്ട് രഞ്ജി ട്രോഫി വരെ നടന്നിട്ടുള്ളതാണ്. അവിടെ വെങ്കടപതി രാജുവാണ് അവിടെ വന്നിരിക്കുന്ന ഏറ്റവും വലിയ കായിക താരമെന്ന് എൻ്റെ അറിവിൽ. ശരി, ഇപ്പോൾ അവിടെ ഫുട്ബോൾ കളിക്കാൻ പോയാൽ വള്ളം കളിക്കാമെന്നാണ് പറയുന്നത്. പിന്നെ ഏറ്റവും മഹത്തായ ഒരു ഇതുണ്ട്, യുവജനങ്ങൾക്കായി ടർഫുകൾ വരുന്നു. 800 രൂപയ്ക്ക് മേളിലാണ് പ്രൈവറ്റ് ടർഫിൻ്റെ വാടക വരുന്നത്. ഇവിടെ കോട്ടയം ഇതിനകത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത് കുമാരനെല്ലൂർ, ഇല്ലിക്കൽ, കോടിമത എന്നിവിടങ്ങളിൽ ഈ വർഷം ടർഫുകൾ നിർമ്മിക്കും. എവിടെയെങ്കിലും നിർമ്മിച്ചിട്ടുണ്ടോ? എൻ്റെ അറിവിൽ ഈ പറയുന്ന കോടിമതയും കുമാരനെല്ലൂരും ഇല്ലിക്കൽ ഒരു ഗ്രൗണ്ട് ഉണ്ട്. അനിൽകുമാർ സാറിന് കൂടുതൽ പരിചയമുള്ളതാണ്. അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് സാർ ഒന്ന് വ്യക്തമാക്കണം. പിന്നെ ഏറ്റവും മാധ്യമപ്രവർത്തകർക്കായി പാർപ്പിട പദ്ധതി. ജൂബിലി വർഷത്തിലേക്ക് കടക്കുന്ന കോട്ടയം പ്രസ് ക്ലബിൻ്റെ സഹകരണത്തോടെ PMAY പദ്ധതി സംയോജിപ്പിച്ച് സംസ്ഥാന സർക്കാരുമായി ചേർന്ന് കോട്ടയത്തെ മാധ്യമപ്രവർത്തകർക്കായി സമഗ്ര പാർപ്പിട പദ്ധതിക്ക് രൂപം നൽകും. എന്തെങ്കിലും പ്രസ് ക്ലബ് സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ ഞങ്ങളെയും പറ്റിച്ചു. പറയൂ, ഇതിനൊക്കെ പറയൂ. ഇത് പറയാനാണെങ്കിൽ അല്ല, അതിന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഈ കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ ബഡ്ജറ്റ് പ്രപ്പോസൽ വെച്ചുള്ള ചർച്ചയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പൊ കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ ബഡ്ജറ്റ് പ്രപ്പോസൽ വെച്ചിട്ട് ഞാൻ വിചാരിച്ചത് ഇത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അതിലേക്ക് ഞാൻ വരാം. പ്രിയപ്പെട്ട സുഹൃത്തെ, അതിലേക്ക് ഞാൻ വരാം. ഞാൻ മുനിസിപ്പൽ ചെയർമാൻ അല്ല. അതുകൊണ്ടാണ് ഞാൻ മുനിസിപ്പൽ ചെയർമാൻ അല്ല. ഞാൻ എന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ്.